വട്ടുമൂത്താൽ ആർക്കും 112 വിളിച്ച് പറയാമല്ലോ എന്ന് പറഞ്ഞ് ഭാര്യയ്ക്കുമേൽ ആദ്യം മന്ത്രിയുടെ പരിഹാസം, പിന്നീട് മന്ത്രിസ്ഥാനം തെറിക്കുമെന്നായതോടെ രാത്രിയോടെ ഭാര്യയെ വിളിച്ച് ക്ഷമാപണം. അങ്ങനെ ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇരുവരും തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയ സാഹചര്യത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുത്തെങ്കിലും വിഷയം ചർച്ചയായില്ല. വിവാദത്തിൽ രാജിക്ക് വഴിതെളിഞ്ഞിരുന്നുവെങ്കിലും തന്നോട് മാപ്പ് പറഞ്ഞെന്ന വിവാദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും അറിയിച്ച് ബിന്ദു മേനോൻ രംഗത്ത് വന്നതാണ് വഴിത്തിരിവായത്. ഞാൻ അങ്ങനെ ഒരു റിവെഞ്ച് എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് ഇറ്റ്സ് വെരി ഈസി ടു സേ ദാറ്റ് ഓക്കെ എനിക്ക് ഇനി ഒന്നും വേണ്ട, ഞാൻ കേസുമായിട്ട് പോവാണ് മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഞാൻ എല്ലാം വിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ വന്നത് പലതവണയും എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നതിന്റെ റീസൺ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാനൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നത്. എന്നാൽ ഗണേഷിനെതിരായ ആ നീക്കത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ടില്ല. ഒത്തുതീർപ്പ് നടത്തി മന്ത്രിസഭാംഗമായി തുടരാനാകില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. ഗണേഷിനെതിരെ കൂടുതൽ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇത് മന്ത്രി ഗണേഷ് കുമാറിനെ മാത്രമല്ല ഈ ലൈംഗിക ആരോപണം പ്രതിരോധത്തിലാക്കിയത് സർക്കാരിനെ ഒന്നടങ്കമാണ്, ഇടതുപക്ഷത്തെ ഒന്നടങ്കമാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ കോൺഗ്രസിലെ UDF ഒരു യുവ നേതാവിനെ MLAക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണം വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കുകയും രാഷ്ട്രീയപരമായി കോൺഗ്രസിനെതിരെ UDFനെതിരെ ഒരു വിവാദ വിഷയമാക്കുകയും ചെയ്ത ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു വിവാദമുണ്ടായത്, ആരോപണമുണ്ടായത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതാണ്. ഇപ്പോൾ ഈ പ്രശ്നം ഭാര്യയുമായി ഒത്തുതീർപ്പായത് ഇടതുമുന്നണിയെ സംബന്ധിച്ചൊരു ആശ്വാസകരം തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷം സമരത്തിൽ നിന്നും പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിവാദം ഇതോടെ കെട്ടടങ്ങിയെന്ന് കരുതാൻ കഴിയുമോ, അതോ പ്രതിപക്ഷം സമരവുമായി പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതോടെ എന്ത് പ്രതീക്ഷിക്കാം? KB ഗണേഷ് കുമാറിനെതിരായ ആരോപണം സംസ്ഥാന സർക്കാരിന് ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയെന്ന് പറയാം. കാരണം ഈ ആഴ്ച അവസാനമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമോ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ സർക്കാർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയൊക്കെ മറികടന്നു എന്ന് ആശ്വസിക്കുകയാണ്. കാരണം കുറേ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതിലൂടെയൊക്കെ വിവാദങ്ങളൊക്കെ മറികടക്കാൻ കഴിഞ്ഞു എന്നൊരു പ്രതീക്ഷയിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. ആ പ്രതീക്ഷകൾക്കൊക്കെ മേലാണ് ഗണേഷ് കുമാറിനെതിരെയുള്ള ഈ ഒരു ആരോപണം, അതും സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭാര്യ തന്നെ ഉയർത്തിവിട്ട ആരോപണം വന്ന് വീഴുന്നത്. അത് സർക്കാരിന് ചെറിയ തിരിച്ചടിയും ഡാമേജും ഒന്നുമല്ല ഉണ്ടാക്കിയത്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയായി അവർ അവകാശപ്പെടുന്നത്. വികസനത്തിനൊപ്പം ക്ഷേമത്തിനൊപ്പം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കുന്ന സർക്കാരാണ്. അത് ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപിനെ പോലെ ഏറ്റവും ജനകീയനായ ഒരു ജനപ്രിയ നടനെയാണ് സർക്കാർ ആ കേസിൽ പ്രതിയേർത്ത് ജയിലിലടച്ചു. പിന്നീട് അയാളെ വെറുതെ വിട്ടു എന്നുള്ളതൊക്കെ അതിൻ്റെ മറ്റൊരു വശമാണ്. പക്ഷേ ആ നിലപാട് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇപ്പോഴും സർക്കാരിൻ്റെ പല പ്രചരണ വീഡിയോകളിലുമൊക്കെ എത്തുന്നത് അതിജീവിതയാണ്. അതിജീവിതമാരെ എന്നും ചേർത്ത് നിർത്തുന്ന സർക്കാർ പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ സർക്കാരിന് അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടിപ്പോയി. ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു മന്ത്രിയുടെ വീട്ടിൽ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ലാത്ത നാടാണോ കേരളം? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സ്ത്രീ സുരക്ഷ ഇവിടെ ഉറപ്പാക്കുന്ന ചോദ്യമാണ് പ്രതിപക്ഷം സർക്കാരിന് മുന്നിൽ വച്ചത്. അതാണ് സർക്കാരിനെ ഏറ്റവും അധികം ആശങ്കയിലാക്കിയത്. KB ഗണേഷ് കുമാർ രാജിവെക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നം സർക്കാർ ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ രാജിവെച്ച ശേഷം പത്തനാപുരത്ത് ആരെ മത്സരിപ്പിക്കും? പത്തനാപുരം ഇടതുമുന്നണിക്ക് ഇപ്പോൾ ജയിച്ചു വരാവുന്ന ഒരു മണ്ഡലമാണ്. ഗണേഷ് കുമാറിന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഇനിയും ഗണേഷ് കുമാർ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അവകാശപ്പെടുന്ന പോലെ ജയിച്ചു വന്നേക്കാം. എങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യം രാജിവെച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറിയേനെ. പക്ഷേ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ ഭാര്യ തന്നെ തനിക്ക് പരാതിയില്ല, താൻ പരാതിയെ മുന്നോട്ട് പോകുന്നത് പറഞ്ഞുകൊണ്ടുകൂടി പ്രശ്നം ഒരു പരിധിവരെ അവസാനിച്ച CPM കണക്ക് കൂട്ടുന്നു, ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നു. ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വന്നേനെ. അത് പിന്നീട് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ഇടതുമുന്നണി കൊണ്ട് ചെന്ന് എത്തിച്ചേനെ. അല്ല, പരാതി നിലനിൽക്കെ തന്നെ ഗണേഷ് കുമാർ രാജിവെക്കാതിരുന്നാലും അത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും. സ്ത്രീ സുരക്ഷ എന്നായി മുദ്രാവാക്യം ഉയർത്തി സർക്കാരിന് ഇനി സ്വാഭാവികമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഓരോ ഇടങ്ങളിലും അത് പ്രതിപക്ഷം ചോദ്യം ചെയ്യുമെന്നും ഉറപ്പാണ്. ഏതായാലും ഇപ്പോൾ ആ പ്രശ്നം ആരിൽ അവസാനിച്ചിരിക്കുന്നു. ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വരില്ല. മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അതെങ്ങനെയാണ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായത്? കാരണം ഇന്നലെ വരെയും വളരെ പ്രകോപനപരമായിട്ടാണ് ഭാര്യയ്ക്കെതിരെ
ഗണേഷ് കുമാർ പ്രതികരിച്ചതെങ്കിൽ പിന്നീട് ഇന്നലെ രാത്രിയോടെ കാര്യങ്ങൾ മാറി മറിയുന്നു. കാരണം മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറിനെ ഇന്നലെ വിളിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. രാവിലെയോടെ ഗണേഷ് കുമാർ രാജിവെക്കുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വരെയും പരന്നതാണ്. അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത്? കാരണം വെറൊരു മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം പ്രശ്നം എങ്ങനെയാണ് അവസാനിച്ചത്? അതിനപ്പുറം മറ്റാരുടെങ്കിലും ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഗണേഷ് കുമാരൻ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നേരിട്ട് കണ്ടുവന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇടതുമുന്നണിയുടെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ വരെയുമുള്ള നിലപാട് ഗണേഷ് രാജിവെക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. അത് ഇടതുമുന്നണി സർക്കാരിന്റെ നയം മാത്രമല്ല. കഴിഞ്ഞ 2013 ഗണേഷിനെതിരെ സമാനമായ ആരോപണം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഉയർന്നു വന്നപ്പോൾ അന്ന് പ്രതിപക്ഷത്തായിരുന്നു ഇടതുമുന്നണി. പിണറായി വിജയനായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി, VS അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ്. അവരൊക്കെ സ്വീകരിച്ച നിലപാടുണ്ട്. ആ നിലപാട് ചേർന്ന് പോകണമെങ്കിൽ തീർച്ചയായും ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെടേണ്ടിയിരുന്നു മുഖ്യമന്ത്രി. ആ രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷെ അതിനിടയിലാണ് ഗണേഷ് ബിന്ദുവുമായി ബന്ധപ്പെടുകയും മാപ്പ് പറയുകയും ചെയ്തത്. അതോടുകൂടി അവർ ഇന്നലെ തന്നെ പറഞ്ഞത്, നേരത്തെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എങ്കിൽ 2 മാസത്തോളം എന്നെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു, അങ്ങനെ അല്ലാതെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, ഒരു ഖേദപ്രകടനം നടത്തിയതെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. അതുണ്ടാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ബിന്ദു ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഗണേഷ് കുമാർ അതൊരു അവസരമാക്കി ഉപയോഗിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ബിന്ദുവിനെ ഫോണിൽ ബന്ധപ്പെട്ടു, മാപ്പ് പറഞ്ഞു, തനിക്ക് വീഴ്ച പറ്റിയെന്ന് ഏറ്റുപറഞ്ഞു. അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ അവസാനിച്ചത്. അതാകാം പിന്നീട് മുഖ്യമന്ത്രിയും ഇടതുമുന്നണി നേതൃത്വമൊക്കെ ഗണേഷ് കുമാർ അറിയിച്ചത്. പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, സർക്കാരിന് മുന്നണിക്കും താൻ കാരണം ഒരു വിഷയവും ഉണ്ടാകില്ല, ഇതൊരു ക്രിമിനൽ കേസായി വരാൻ പോകുന്നില്ല എന്നൊക്കെ ഉള്ള ഉറപ്പ് ഗണേഷ് കുമാർ നൽകിയിരിക്കണം. അതിന്റെ ഭാഗമായാകാം ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തിയത്. ഇടതുമുന്നണി ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയത്. അപ്പോഴും പ്രതിപക്ഷത്തിന്റെ ധാർമ്മികമായ പ്രശ്നം ഉയരുന്നില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തെ യുവജന സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ അവിടെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു, ധാർമ്മികമായ പ്രശ്നം. അതായത് കോടതിയിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടുണ്ടായപ്പോൾ, പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനാണ്, ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകാം, മറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് കോടതിയുടെ വരെയും നിരീക്ഷണമുണ്ടായ ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ അവിടെയും ധാർമ്മികത ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരാൻ പോലും അവകാശമില്ല എന്ന് ഇടതുമുന്നണി ശക്തമായ നിലപാടെടുത്ത് വലിയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയത്. ഇവിടെയും ധാർമ്മികത ഒരു പ്രശ്നമല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായി ഇത് ആ രീതിയിൽ നമുക്ക് ചേർത്ത് പറയാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. കാരണം അത് കൃത്യമായ ബലാത്സംഗ പരാതികളാണ്. ഗണേഷ് കുമാറിന് അത്തരമൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു ഗാർഹിക പീഡനം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കുറ്റമാണ്. മാത്രമല്ല അവിടെ ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു ക്രിമിനൽ കുറ്റം അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ചേർത്ത് വായിക്കാൻ കഴിയില്ല. പക്ഷെ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉള്ളത്. ഇത്തരത്തിലൊരു ആരോപണം മന്ത്രിക്കെതിരെ വരുമ്പോൾ സ്വാഭാവികമായി 2013 സ്വീകരിച്ച നിലപാട് എന്തുകൊണ്ട് ഇടതുമുന്നണി ഇപ്പോൾ സ്വീകരിക്കുന്നില്ല ചോദ്യം, അവിടെ ധാർമ്മികതയുടെ വിഷയമുണ്ട്. ഇപ്പോൾ ഈ മന്ത്രി ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, മന്ത്രിസഭയ്ക്ക് കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ, ഞാൻ രാജിവെക്കുമെന്ന് ആരും കരുതണ്ട. മാധ്യമപ്രവർത്തകരോട് ഞാൻ നല്ല രീതിയിലാണ് പെരുമാറിയത്, എന്നാൽ എന്നോട് തിരിച്ചങ്ങനെയല്ല. ചില മാധ്യമങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്തു, അത് എന്റെ കഴിവുകേടായി കാണുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമ വിമർശനമാണ് KV ഗണേഷ് കുമാർ ഇപ്പോൾ നടത്തുന്നത്. എന്താണ് മാധ്യമങ്ങൾ ചെയ്തിട്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വാളകത്തെ വസതിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് പരാതി പറഞ്ഞ് മാധ്യമങ്ങളുടെ രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പിന്നീട് ഇത് മാറ്റി പറയുന്നത്. ഏതായാലും ഇതിൽ എന്താണ് മാധ്യമങ്ങൾ ചെയ്ത തെറ്റ് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് മാധ്യമങ്ങൾ വേട്ടയാടുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ KV ഗണേഷ് കുമാർ നടത്തുന്നത്. ധാർമ്മികതാ വിഷയം ഇത് ഒരു വലിയ വിഷയം തന്നെയാണ്. ഒരു മന്ത്രി എന്തുകൊണ്ട് ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ തെറ്റായ നിലപാടെടുക്കുന്നു? എന്തുകൊണ്ട് KV ഗണേഷ് കുമാർ നിരന്തരം ഇത്തരം വിഷയങ്ങളിൽ പെടുന്നു? KV ഗണേഷ് കുമാർ എന്ന മന്ത്രിയെ ആരും ചോദ്യം ചെയ്യാറില്ല. അദ്ദേഹം വളരെ മികച്ച മന്ത്രി എന്ന പേര് കെട്ടയാളാണ്. UDF സർക്കാരിന്റെ കാലത്താകട്ടെ ഇപ്പോഴാകട്ടെ. KSRTC ആന്റണി രാജു മന്ത്രിയായിരിക്കുമ്പോൾ അങ്ങേയറ്റം തകർച്ചയിലേക്ക് പോയൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ നിന്നാണ് KV ഗണേഷ് കുമാർ അതിനെ തിരിച്ചുപിടിച്ചത്. ജീവനക്കാർ കൃത്യമായ ശമ്പളം നൽകുന്നു, KSR സർവീസുകൾ പലതും ലാഭത്തിലാകുന്നു, പ്രതീക്ഷിച്ചതിലും വലിയ വരുമാനം പലപ്പോഴും KSRTCക്ക് ഉണ്ടാകുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വ്യക്തി ജീവിതത്തിൽ എന്നും KV ഗണേഷ് കുമാർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾ തന്നെയാണ്. അത് UDFിനൊപ്പമായിരിക്കുമ്പോഴും ഇവിടെ LDFിനൊപ്പമാകുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് KV ഗണേഷ് കുമാർ ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആദ്യം മന്ത്രിയാകേണ്ട ആളായിരുന്നു. ആദ്യത്തെ അദ്ദേഹത്തിനാണ് CPM ആദ്യം ആലോചിച്ചത്. പക്ഷേ അന്ന് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ തന്നെ മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ആവശ്യവുമായി മുന്നണി നേതൃത്വത്തെ സമീപിച്ചു. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയത്. 2.5 വർഷത്തിന് ശേഷം
മന്ത്രിസ്ഥാനം കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും അത്തരം ചില എതിർപ്പുകളുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഒരു വാഗ്ദാനം കെ.ബി. ഗണേഷ് കുമാറിനും പാർട്ടിക്കും ഇടതുമുന്നണി നൽകിയതാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകിയത്. മികച്ച മന്ത്രി എന്ന പേരെടുക്കുമ്പോഴും ഭരണാധികാരി പേരെടുക്കുമ്പോഴും ഇത്തരം വ്യക്തിജീവിതത്തിലെ താളപ്പിഴകളും പ്രശ്നങ്ങളും കെ.ബി. ഗണേഷ് കുമാറിന് എന്നും വെല്ലുവിളിയായിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം രക്ഷപ്പെടുകയാണ്. രാജിവെക്കേണ്ടി വരില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല. അവർ നിയമ നടപടികൾ മുന്നോട്ട് പോകില്ല. അത് പറഞ്ഞുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം കെ.ബി. ഗണേഷ് കുമാർ രാജിയിൽ നിന്ന് ഒഴിവാവുകയാണ്. ഇടതുമുന്നണിക്കും ആ രീതിയിൽ അത് ആശ്വസിക്കാനുള്ള വക നൽകുന്നുണ്ട്. തീർച്ചയായും. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് ഇതുപോലുള്ള വിവാദങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത്, പ്രത്യേകിച്ചും ആരോഗ്യ വകുപ്പിൽ, അതോടൊപ്പം മന്ത്രി ഗണേഷ് കുമാറിനെതിരെ അങ്ങനെ പല രീതിയിലുള്ള വിവാദങ്ങൾ. അതെങ്ങനെയാണ് ഇടതുമുന്നണിയെ ബാധിക്കുക? മാത്രമല്ല അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും വീണ ജോർജിനെതിരായിട്ടുള്ള പ്രതിഷേധം അത് ഒരു പരിധിവരെ കൈവിട്ടു പോകുന്നു. പിന്നീട് ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ പ്രതിപക്ഷം നിൽക്കുന്നു. പ്രതിപക്ഷം ഇതൊക്കെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നേരത്തെ അരുൺ സൂചിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ഇത്രയും കൂടി വ്യത്യസ്ത സ്വഭാവമുള്ളതാണ്. കാരണം ഇവിടെ ഒരു പരാതിക്കാരിയില്ല. ഗാർഹിക പീഡനത്തിനേക്കാൾ അപ്പുറം മറ്റൊരു വിഷയമുണ്ട്, ഒരു സദാചാര പ്രശ്നമുണ്ട്. ഈ ഗണേഷ് കുമാർ തന്നെ പറഞ്ഞ കാര്യമുണ്ട്, തനിക്ക് ഒന്നല്ല നിരവധി പ്രണയങ്ങൾ ഉണ്ടാകാം, അതും തൻ്റെ വ്യക്തി ജീവിതവും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ. സ്വാഭാവികമായും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഗണേഷ് കുമാറിനെ വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ധൈര്യവും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർക്ക് ഉണ്ടായത് ഇതുപോലെ പ്രതിരോധിക്കാൻ ഉള്ള ഒരു ധൈര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടാവില്ലേ? കാരണം വ്യക്തി ജീവിതവും അവരുടെ രാഷ്ട്രീയ ജീവിതവും രണ്ടായി കാണാൻ കഴിയില്ലല്ലോ. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹത്തിന് മാതൃകയായി നിൽക്കേണ്ട വ്യക്തി കൂടിയല്ലേ? തീർച്ചയായിട്ടും കെ.ബി. ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വലിയ പ്രശ്നം തന്നെയാണ്. അത് തീർത്തും ചെറിയൊരു വിഷയമായി കാണാൻ കഴിയുന്ന ഒന്നുമല്ല. അദ്ദേഹത്തിനെതിരെ കേസില്ല എന്നത് മാത്രമാണ് ഒരു നേട്ടമായി അല്ലെങ്കിൽ ഒരു അനുകൂല ഘടകമായി കെ.ബി. ഗണേഷ് കുമാറിനും ഇടതുമുന്നണിക്കും എടുത്തു പറയാൻ കഴിയും. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു ക്രൈം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ സ്ത്രീയെ പൂട്ടിയിടാൻ ശ്രമിച്ചു, അവരെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. അവർക്ക് പരാതിയില്ല എന്നതുകൊണ്ട് മാത്രം അവിടെ കുറ്റമില്ലാതാകുന്നില്ല. അവിടെയാണ് CPM ഒരു ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത്. അവിടെയാണ് CPM മറുപടി പറയേണ്ടി വരുന്നതും. കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് സ്വാഭാവികമായി ഇപ്പോൾ അത്തരം നിലപാടിലേക്ക് ഇടതുമുന്നണി രാഷ്ട്രീയമായി എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയവുമായി താരതമ്യം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ പോലും മറ്റു തരത്തിലതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അല്ലെങ്കിൽ പോലീസ് ലഭിച്ച പരാതിയാണ്, പോലീസ് അവിടെ എത്തി ആ സ്ത്രീയെ കണ്ടതാണ്, എന്നിട്ടും നടപടിയെടുക്കാതെ പോയതുണ്ട്. സ്വാഭാവികമായി കെ.ബി. ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ അധികാരത്തിന്റെ ശക്തി തന്നെയാകാം പോലീസിനെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചത്. കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞ് പോലീസിനെ ഒരുപക്ഷെ മടക്കി അയച്ചതാകാം. അപ്പോഴും അവിടെ പ്രശ്നങ്ങൾ അതേപടി നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കെ.ബി. ഗണേഷ് കുമാർ രാജിവെക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്ന പോലെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചും ഇടതുമുന്നണിയെ സംബന്ധിച്ചും ഈ വിവാദം ഒഴിയുന്നത് ഒരു പരിധിവരെ ആശ്വാസകരമാണ്. പരാതിയുമായി മുന്നോട്ട് പോകില്ലെന്ന് ഭാര്യ വ്യക്തമാക്കിയതോടെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനം ഗണേഷ് കുമാറിന് അനുകൂലമായിരിക്കുന്നു കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും വിവാദങ്ങൾക്കിടെ KSRTC ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ ഗണേഷ് കുമാർ പങ്കെടുക്കുന്നുണ്ട്. സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ഈ വിവാദങ്ങൾക്കിടെയാണ് മന്ത്രി ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത്തരമൊരു പ്രതിഷേധത്തിന് ഉള്ള സാധ്യതയുണ്ടോ? മാത്രമല്ല ഈ വിവാദം ഒരു പരിധിവരെയും കെട്ടടങ്ങിയെന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം പ്രതീക്ഷിക്കാമല്ലേ? ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധങ്ങളുടെ ഒരു സാഹചര്യമില്ല. കാരണം യൂത്ത് കോൺഗ്രസിനടക്കം പ്രതിഷേധം ഉണ്ടാകുമെന്നൊരു സൂചന ഉണ്ടാക്കിയാൽ പോലും അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു KSRTCയുടെ ആശുപത്രി സേവനവും മറ്റേ ഡയാലിസിസ് സെന്റർ അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഉദ്ഘാടനം ഇവിടെ മന്ത്രി നടത്തിയത്. അവിടെ അടക്കം ഈ വിഷയത്തിൽ പ്രതികരണം തേടിയെങ്കിലും മന്ത്രി കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതിന് പകരം മാധ്യമങ്ങൾക്ക് നേരെ ഈ വിവാദം വളച്ചൊടിക്കുന്ന തരത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതായത് ഈ ഒരു മാധ്യമങ്ങൾ തന്റെ ചോര കുടിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കം
അടക്കമുള്ള പ്രസ്താവനകളായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇന്റർവ്യൂകളും മറ്റും നൽകിയത് തന്റെ കഴിവുകേടായി കാണരുതെന്നും തന്നെ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നടക്കമുള്ള പ്രതികരണങ്ങളായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പോലും മന്ത്രി ഇതിൽ പരോക്ഷമായി മാധ്യമങ്ങളെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. മാത്രമല്ല ഇതിൽ അതായത് മുന്നോട്ടുള്ള പല പരിപാടികളിലും പല പ്രഖ്യാപനങ്ങളും അടക്കം, അതായത് ബിസിനസ് ക്ലാസ് അടക്കമുള്ള ബസ്സുകളുടെ ഉദ്ഘാടനത്തിന്റെ അടക്കം കാര്യങ്ങൾ ഇവിടെ മന്ത്രി വ്യക്തമാക്കിയതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ പല ആനുകൂല്യങ്ങളും അടക്കമുള്ള പ്രഖ്യാപനങ്ങളടക്കം നടത്തിക്കൊണ്ടാണ് മന്ത്രി ഇവിടുന്ന് മടങ്ങിപ്പോകാൻ ആരംഭിക്കുന്നത്. അതിലൊരു കൃത്യമായൊരു മറുപടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. യെസ്, വ്യക്തമാണ്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ KSRTCയുടെ ഒരു ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. മറ്റു പ്രതിഷേധങ്ങളൊന്നുമില്ല. ഗണേഷ് കുമാർ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എന്തായാലും രാജിവെക്കേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.